നമസ്കാരം. അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ 10 മാസമായിട്ട് ചെയ്തു വരുന്ന തൊഴിൽ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളാണെങ്കിൽ വളരെ സ്ഥാനമാനങ്ങളോടുകൂടിയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയോടുകൂടിയതായിട്ടുള്ള ജോലി അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജോലിയിലുള്ളവർക്കാണെങ്കിൽ ഇനിയും പുതിയതായിട്ടുള്ള ജോലി എന്ന സങ്കല്പത്തോടുകൂടി മറ്റു ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനോ ജോലിയോടൊപ്പം പഠിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തോടുകൂടി പരീക്ഷകളൊക്കെ കഴിയും. എന്നാൽ ജോലിയുടെ ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തൃപ്തികരമായിട്ടുള്ള ജോലി ലഭിക്കും എന്ന ആശ്വാസത്തോടുകൂടി അവിടെ തന്നെ തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതിക്ക് അപേക്ഷകൾ കഴിഞ്ഞ 6-7 മാസമായി അതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ തുടങ്ങുകയും ഈ മാസത്തിൽ അനുമതി ലഭിക്കുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനും സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വളരെയധികം അന്വേഷണങ്ങളും വന്നു ചേരുന്നുണ്ടെങ്കിലും അതൊരു വിൽപ്പന പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എത്താത്തതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ ഈ ഒരു പാത തന്നെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. സജീവ സാന്നിധ്യത്താൽ എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അമ്മയ്ക്കും മാതൃബന്ധികൾക്കും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ച യാത്രയും അതിവേഗതയുള്ള യാത്രയും വളരെയധികം ശ്രദ്ധിക്കണം, പരമാവധി ഒഴിവാക്കേണ്ടതുമാണ്. കാർഷികമായിട്ടുള്ള വിളകളിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് വിളകൾ അനുകൂലമായി തീരുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനും ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സാമ്പത്തിക ആവശ്യത്തിന് സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സമഗ്ര വീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമതി ലഭിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം, ചർച്ചകൾ മുതലായവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ദേഹത്തിന് തളർച്ചയുണ്ടാകുമോ എന്ന ധാരണയോടുകൂടി വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തുവാനും ഉത്തേജന മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലയുടെ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള തീരുമാനത്തിന് സാധ്യത കാണുന്നു. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നു. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങളോ ചെയ്തു വരുന്ന പ്രവർത്തന മണ്ഡലങ്ങളോ മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ട് ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടവരും. പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം എന്ന പൊതുജനാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാനും അങ്ങനൊരു തീരുമാനം ഗുണകരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു രീതി തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അനുഭവജ്ഞാനമുള്ളവരെ നിയമിക്കാൻ സാധ്യത കാണുന്നു.
ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനും ഒരുപക്ഷെ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നു ചേരുവാനും ഇടയുള്ളത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. സഹപാഠികളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് അനുമതി ലഭിക്കുവാൻ മാതാപിതാക്കളിൽ നിന്നും അനുമതി ലഭിക്കുമെങ്കിലും മാസത്തിന്റെ ആദ്യത്തെ പകുതിയിലാണെങ്കിൽ വാഹന ഉപയോഗത്തിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ഏത് പ്രകാരത്തിലും ഈ മാസത്തിൽ അമിതമായിട്ടുള്ള ആഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഗുണകരമായി തീരുവാനിടയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് അതിന്റെ പരിശീലനം പൂർത്തീകരിക്കുകയും അവസരങ്ങളും അന്വേഷണങ്ങളും ധാരാളം വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രവർത്തനരഹിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ പ്രവർത്തനക്ഷമമാക്കുവാൻ പരിശ്രമിക്കുമെങ്കിൽ പോലും പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനോ ഉപേക്ഷിക്കുവാനോ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഇതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനും ഒരുപക്ഷെ മെയ് മാസത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ജോലിയിലുള്ളവർക്ക് പഠിക്കാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സ്ഥിരതാമസത്തിനുള്ള തക്കവണ്ണം ഒരു ഗൃഹം വാങ്ങിക്കാൻ തക്കവണ്ണം പലപ്പോഴും വളരെ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഇങ്ങനൊരു അവസരം സ്വീകരിക്കുവാനും ഒരുപക്ഷെ വാസ്തുശാസ്ത്രപ്രകാരം തൃപ്തികരമായിട്ടുള്ള ഒരു വീട് കണ്ടെത്തുവാനും പ്രാഥമികമായിട്ടുള്ള സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായുള്ള രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധ്യത കാണുന്നു. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പോലും ഗുണകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും യോഗമുണ്ട്. പുതിയ കരാറ് ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നേട്ടം വളരെ കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ജോലിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 7-8 മാസമായിട്ട് പദ്ധതികൾ സമർപ്പിക്കുക, ധാരാളം പ്രയത്നിക്കുക, ഇതിന്റെ വെളിച്ചത്തിൽ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാമെന്ന് ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിൽ ജോലി നഷ്ടപ്പെട്ടു വന്ന പലർക്കും തിരികെ പോകുവാനും അവിടെ ജോലി കിട്ടുവാനും അവസരമുണ്ടായിത്തീരും. ഒരു വർഷത്തേക്ക് മുമ്പുണ്ടായിരുന്ന പോലെ ശമ്പളമൊന്നും കിട്ടുകയില്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ ചെലവ് നിവർത്തിക്കാൻ തക്കവണ്ണം ശമ്പളത്തോടു കൂടിയതായിട്ടുള്ള ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പദ്ധതികൾ സമർപ്പിക്കുവാനും പരീക്ഷ എഴുതുവാനൊക്കെ സാധിക്കും. സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുവിധം നല്ല വില കിട്ടുകയാണെങ്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. ആവിഷ്കരിച്ച പരിഷ്കാരങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ
കൊണ്ടു നടക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ സാധ്യത കാണുന്നു. വലിയ വാഹനം വാങ്ങിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധ്യത കാണുന്നു. പുണ്യകർമ്മങ്ങൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിട വരും. പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും അവരെ കൃത്യമായുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കുകയും ഭാവിയിലേക്ക് ഈ ഒരു കർമ്മമണ്ഡലങ്ങളാണ് വിജയിക്കുക എന്ന ധാരണയോടുകൂടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണ് അവർ സ്വീകരിക്കുക എങ്കിൽ പോലും ഭാവിയിലെ സുരക്ഷിതത്വം, ഭാവിയിലെ ആവശ്യകത എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അനുവർത്തിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും അപ്രധാനമായിട്ടുള്ള പല ചിന്തകളും വന്നു ചേരുവാനും ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ ജീവിതശൈലി രോഗങ്ങളുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും. ഇതിനെല്ലാം ഉപരിയായിട്ട് മിതത്വമുള്ള സമീപനം, ഈശ്വര പ്രാർത്ഥനകൾ, അനുഭവജ്ഞാനമുള്ളത് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, ഇവയെല്ലാം തന്നെ ഉപോത്ബലകമായി തീരുവാനും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി തന്നെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട്.